ഹലോ നമസ്കാരം. പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നവിയും നയനയും ആദർശും എല്ലാവരും ഒന്നായിരിക്കുകയാണ്. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അബിയെക്കുറിച്ചിട്ടുള്ള വലിയ രഹസ്യം എല്ലാവർക്കും അറിയാം. അവർക്കെല്ലാം അറിയാമെന്നുള്ളത് അറിയാത്തത് ജലജയ്ക്കും അവന്തികയ്ക്കും അബിക്കും മാത്രമാണ് കേട്ടോ. അതേസമയം നയനയും ആദർശും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു നല്ല പണി തന്നെ കൊടുക്കണം അബിക്ക് എന്നുള്ള കാര്യം. അതിന് നവ്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അനഘയെ ഹോസ്പിറ്റലിൽ നിന്നും അനന്തപുരിയിലേക്ക് കൊണ്ടുവരിക. അവിടെ കൊണ്ടുവന്ന അനഘയും ചന്തുമോളെ കുറച്ചു കാലം താമസിപ്പിക്കുക. അത് അബിയുടെ ചങ്കിടിപ്പ് കൂട്ടും. അവൻ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങും. അത് എന്താണെന്ന് നമുക്ക് കാണാലോ എന്ന് ഇവർ പറയാണ്. അങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുണ്ട് അനഘയും ചന്തുമോളെയും. ആ സമയത്ത് തന്നെ അബി ഞെട്ടിപ്പോവാണ് കേട്ടോ. അബി മാത്രമല്ല, നമ്മുടെ അവന്തികയും നാഗേന്ദ്രയും ജലജയും ഞെട്ടിപ്പോവാണ്. ഇതിന് ഇനി എന്തൊരു പരിഹാരം? ജാനകിക്കും ഒക്കെ ഒരു കിറുകിറുപ്പ് വരുന്നുണ്ട് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിൽ അനഘയെ. എന്നാലും അബി ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എങ്ങനെയെങ്കിലും അനഘയെ ഇല്ലാതാക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് അബി എടുക്കുകയാണ്. അങ്ങനെ അബി അനഘയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നവ്യ കാണുകയും നവ്യ അനഘയെ അതിൽ നിന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനെ ആ തീരുമാനം എടുക്കുകയാണ്. ആദർശനോട് പറയുന്നുണ്ട് നമുക്ക് അനഘയെ പോയി കൂട്ടിക്കൂട്ടി വരാമെന്ന്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് ആദർശും നയനയും. അപ്പം ഡോക്ടർ പറയുന്നുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുക. അപ്പോൾ ആദർശും നയനയും കൂടി അനഘയെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അനഘയ്ക്കായിട്ട് അനന്തപുരി തറവാടിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു വീട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും അവിടെ 2 പേരെ കൂടി നിർത്താം, അനഘയെ നോക്കുന്ന ആ ചേച്ചിയും അതുകൂടാതെ നയനയെ നോക്കിയ ആ ഒരു ഹോം നേഴ്സിനെയും. അവർ 2 പേരും അനഘയ്ക്കും ചന്തുമോൾക്കും സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ടാവും എന്നും പറയണം. അതേസമയം പറയുന്നുണ്ട് എന്നാൽ തൽക്കാലം ഇപ്പം കുറച്ച് നാൾ അനന്തപുരിയിൽ വന്ന അനഘയും ചന്തുമോളും കൂടി നിൽക്കണം എന്ന് പറയാം. അപ്പോൾ അനഘയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അനഘ കണ്ണ് നിറഞ്ഞ് കരയാൻ പോകുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അത് സാരില്ല അനഘ, ഒന്നും ഓർത്ത് പേടിക്കേണ്ട. അബി അവൻ്റെ ചങ്കിടിപ്പൊന്ന് കൂടണം. അനഘയും കുഞ്ഞിനെയും അവൻ്റെ അടുത്ത് തന്നെ കാണുമ്പോൾ അവൻ വിഷമിക്കണം. അത് എൻ്റെ മാത്രം തീരുമാനം അല്ല എന്ന് പറയാണ് നയന. നവ്യേച്ചി കൂടി തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പോഴേക്കും അനഘ വീണ്ടും കണ്ണു നിറയാണ്. അനഘയ്ക്ക് സംശയം, നവ്യ എന്തുകൊണ്ടായിരിക്കും നവ്യ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം അബിയോട് പൊട്ടിത്തെറിക്കില്ലേ? നവ്യ അനഘയോട് എങ്ങനെ പെരുമാറും? നവ്യയ്ക്ക് നല്ല വിഷമാവില്ലേ ഇതറിഞ്ഞപ്പോൾ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അനഘയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നവ്യേച്ചി എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അതിന്നൊന്നും അല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഒരു DNA ടെസ്റ്റിലൂടെ സത്യമെല്ലാം അറിഞ്ഞതാണ്. ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്നും അനഘയെ അബി ചതിച്ചതാണെന്നും ഒക്കെയുള്ള കാര്യം. അന്നു മുതൽ ചേച്ചിക്ക് അബിയോട് നല്ല ദേഷ്യമാണ്. അനഘയോട് ഈ ചെയ്ത ദ്രോഹത്തിന് പകരം വീട്ടണമെന്നാണ് ചേച്ചി വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ചേച്ചി അബിക്കും അവൻ്റെ അച്ഛനും ഒക്കെ എതിരെ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ചേച്ചിയുടെ തീരുമാനം തന്നെയാണ് അനഘ ഇപ്പോൾ ഇത്രയൊക്കെ റിക്കവറായി വന്ന സ്ഥിതിക്ക് അനഘയെ വീട്ടിൽ തന്നെ കൊണ്ട് നിർത്തുക. കാരണം മറ്റൊരിടത്ത് നിൽക്കുന്നതിലും സുരക്ഷിതത്വം അനന്തപുരിയിൽ കിട്ടും അനഘയ്ക്ക്. പക്ഷേ അബി അനഘയെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ അനഘ ഒന്ന് പുഞ്ചിരിക്കുന്ന പോലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്തുമോൾ പറയാം ആഹാ, ഞാനും അമ്മയും കൂടി അങ്ങോട്ട് വരികയാണോ വല്യമ്മയുടെയൊക്കെ അടുത്തേക്കെന്ന് ചോദിക്കുക. ആ, അങ്ങോട്ട് വരികയാണ്. നയനാമ്മയുണ്ട് അവിടെ, നവ്യ വല്യമ്മയുണ്ട്, അതുപോലെ ദേവയാനി അമ്മൂമ്മയുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. മുത്തശ്ശിയുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ചന്തുമോൾ പറയാം അനഘയോട്, അമ്മേ നല്ല രസമാണ് അവിടെ, എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. നവ്യ വല്യമ്മയ്ക്ക് മാത്രമേ ഇഷ്ടമില്ലാണ്ടെന്നുള്ളൂ, പക്ഷേ ഇപ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് അവിടെ പോയി നിൽക്കാം, നല്ല രസമാണേ എന്ന് പറയുമ്പം അനഘ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദർശം പറയുന്നുണ്ട് അനഘ ഒരു കാര്യത്തിലും പേടിക്കേണ്ടെന്ന് പറയാം. ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്യണം, ഒന്നും ഒരു മുടക്കം ഉണ്ടാവരുത്. അതുപോലെ അനഘയെ ഉപദ്രവിക്കാനുള്ളവരൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ളപ്പം അനഘയുടെ ആ ഒരു ജീവൻ ആപത്തുണ്ടാകുന്ന ഒരു കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് ഉറപ്പ് കൊടുക്കുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഡോക്ടറെ, അനന്തപുരിയിലേക്കാണ് ഞങ്ങൾ അനഘയെ കൊണ്ടുപോകുന്നത്, അവിടെ എല്ലാ സുരക്ഷിതത്വവും ഉണ്ടാവും. പിന്നെ അബി എന്ന് പറയുന്ന ആ കൊടുംജാതിയൻ അവൻ അവിടെ ഉണ്ടാവും. അവൻ എപ്പോഴും അനഘയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നൊക്കെ ഇരിക്കും, പക്ഷേ ഞങ്ങളുടെ ആരുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവൻ അനഘയെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഡോക്ടർ അതൊന്നും ഓർത്ത് പേടിക്കേണ്ടെന്ന് പറയാം. ചേച്ചിയും കൂടെ ഉണ്ടല്ലോ, അനഘയുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം ചേച്ചി നോക്കിക്കോളുമല്ലോ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അവരും പറയുന്നുണ്ട്, ശരിയാ, ഞാൻ നോക്കിക്കോളാം. മോൾ എന്തായാലും എല്ലാ അസുഖവും മാറി എഴുന്നേറ്റ് നടക്കുന്നവരെ ഞാൻ മോളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയാം. എന്നാൽ ശരി, നമുക്ക് പോകാനുള്ളതെല്ലാം റെഡിയാക്കിക്കോളാൻ പറഞ്ഞ് എല്ലാം റെഡിയാവുകയാണ്. അങ്ങനെ അനഘയും ആ ചേച്ചിയും ഒക്കെ ആയിട്ട് പോവുകയാണ്. ചന്തുമോളും ഒക്കെ ആയിട്ട് ആദർശും നയനയും അനന്തപുരിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് എന്നുള്ള വിവരം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ദേവയാനിയോടും അതുപോലെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗസ്റ്റ് വരും, അതിനു വേണ്ടിയിട്ടെല്ലാം പ്രിപ്പയർ ചെയ്യണമെന്ന്. അതനുസരിച്ച് ദേവയാനി അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുക, അതെ മോളെ, നയന മോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറഞ്ഞു, അത് പറഞ്ഞമ്മേ, ആരോ ഒരു ഗസ്റ്റ് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാനതൊക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു എന്ന് പറയുക. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആരായിരിക്കും ആ ഗസ്റ്റ്? മുത്തശ്ശനോട് ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല. മുത്തശ്ശനോടും നയനമോളും ആദർശമോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗസ്റ്റ് വരുന്നുണ്ട് മുത്തശ്ശ, നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ്, കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നും പറഞ്ഞു. ആരായിരിക്കും എന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാം, അറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ടും നയനമോളൊന്നും പറഞ്ഞില്ല. പിന്നെ അവർ ഗസ്റ്റ് എന്നൊക്കെ പറയുമ്പം ആരായാലും വേണ്ടപ്പെട്ടവരായിരിക്കും, ആരായാലും നല്ല ആൾക്കാരായിരിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യമായിട്ടൊക്കെ എല്ലാം ഉണ്ടാക്കിയൊക്കെ വയ്ക്കാമെന്ന് പറയാം. ആ ശരിയാ, അവരൊന്ന് വന്നാൽ മതിയായിരുന്നു, അതൊന്ന് കാണാമായിരുന്നു, ആരാന്നറിയാനായിട്ട് ഒരു ആകാംക്ഷ. എന്നിട്ട് മുത്തശ്ശി തന്നെ ചോദിക്കുക ദേവയാനിയോട്, അത് ദേ ജലജയും അബിയൊക്കെ അറിഞ്ഞോ ഈ വിവരം, ഗസ്റ്റ് വരുന്നുണ്ടെന്ന്? അപ്പം ദേവയാനി പറയും, ഏയ് അവരോടൊന്നും പറഞ്ഞില്ല, എന്നോട് മാത്രമേ മോള് പറഞ്ഞോളൂ, പിന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും, അല്ലാതെ ജാനകിക്കും ജലജയ്ക്കും ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം മുത്തശ്ശി പറയാം, ആരായിരിക്കും വരുന്നത്? ഇനി ജലജയ്ക്കും ജാനകിക്കും ഒന്നും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വരുന്നെങ്കിൽ അവരിവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ മോളെ, അവളുമാരും മുഖം കറുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വേണ്ടാതീനം പറയും. അപ്പം ദേവയാനി പറയാം, ഏയ് അങ്ങനെ വേണ്ടാതീനമൊന്നും പറയൊന്നുമില്ലെന്നേ, ആരായാലും ആരാന്ന് നമുക്കറിയാം. അതിനുശേഷം ജലജയോ ജാനകിയോ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ നാവടപ്പിക്കാൻ എനിക്കറിയാമെന്ന് പറയുക ദേവയാനി. ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. നവ്യ അതേസമയം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. നവ്യ ചെന്ന് അബിയോട് സംസാരിക്കുന്നുണ്ട്. അബി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അബിയുടെ അടുത്ത് ചെന്നേച്ച് പറയാം, എടാ അബി, നയനിയും ആദർശും കൂടി എങ്ങാണ്ട് പോയിട്ടുണ്ട്, എവിടെ പോയതാണെന്നറിയില്ല എന്ന് പറയാണ്. അവരെവിടെയെങ്കിലും പോട്ടെ, ഇനിയിപ്പോൾ ഓണവും ഓണാഘോഷവും ബിസിനസ്സും എല്ലാം കൂടിയായിട്ട് നടക്കുകയായിരിക്കും എന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ എങ്ങോട്ട് വരിക. എന്താടാ അബി, നീ എങ്ങോട്ടാടാ ഇനി അണിഞ്ഞൊരുങ്ങി പോകുന്നത്? നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും അല്ലേ? അപ്പോഴേക്കും നവ്യ പറയേ, അല്ല അമ്മ എന്തിനാ എപ്പോഴും അബിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയ എന്താ പ്രശ്നം? അവൻ്റെ സ്വന്തം അച്ഛനല്ലേ അത്, അയാൾക്ക് ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെയുണ്ട്, അവിടെ ഇവൻ ചെല്ലുന്നത് ഇവന് ഗുണമല്ലേ ഉണ്ടാവുള്ളൂ. അമ്മ ഇത്രയധികം തർക്കിക്കാൻ എന്തിരിക്കുന്നു? അപ്പം ഉടനെ ജലജ പറയാ, അതെ ഞാൻ ഒരു കാര്യം പറയാം, അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു പരിപാടി ഇവിടെ വേണ്ട, ഇവിടത്തെ ഉള്ളതൊക്കെ കൊണ്ട് സുഖമായിട്ട് തന്നെ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നത്. അന്നേരം നവ്യ പറയാം, അതെ അതെ, മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ടാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്, അല്ലാതെ ഇവന് ഇവിടുത്തെ കമ്പനിയിൽ മൂർത്തീസ് ജ്വല്ലറിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? ഇവനെ അവിടുന്ന് പുറത്താക്കിയതല്ലേ. അതുപോലെ നമുക്ക് ഈ കുടുംബത്തിലും എന്തെങ്കിലും അവകാശം തരുമോന്ന് ഒന്നും അറിയില്ല. ഞാൻ ജ്വല്ലറിയിൽ മോഡലായിട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇന്നിവിടെ കഞ്ഞി കുടിച്ച് പോകുന്നത്. എനിക്ക് കിട്ടുന്ന പണം കൊണ്ടാണ് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നതും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നതും. അതുകൊണ്ട് ജ്വല്ലറി പോകണ്ടെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഓണമൊക്കെയാ, ഒരുപാട് ഫോട്ടോഷൂട്ടുകളും ആടുകളും ഒക്കെ ചെയ്യാനുണ്ട്, അതിനുവേണ്ടി ഞാൻ പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ജലജ പറയാ, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണേ നീ അങ്ങനെയാണല്ലോ, നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ അങ്ങനെ വളർത്തി വിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടല്ലേ എൻ്റെ മോൻ്റെ തലയിൽ വന്ന് കയറിയത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടെ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പോയാലും പോയില്ലേലും എനിക്കത് പ്രശ്നമല്ല. പക്ഷേ ഇത് ഇവനോടാണ് ഞാൻ പറയുന്നത്, ഇത്രയും നാൾ ഇവനെ തിരിഞ്ഞു നോക്കാതിരുന്ന ഇവൻ്റെ അച്ഛൻ ഇനി വന്ന് വിളിക്കുമ്പം ഇവൻ ഇറങ്ങിപ്പോവാണ്. ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, ഈ അനന്തപുരി തറവാടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ട് വേണം നീ പോകാൻ, അത് മനസ്സിലായോ നിനക്കെന്ന് ചോദിക്കുമ്പം അബി പറയാ, അമ്മ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയും കാണുകയും ഒക്കെ ചെയ്യും, അതുകൊണ്ട് എനിക്ക് ഗുണമേ ഉള്ളൂ. ഈ അനന്തപുരി തറവാട്ടിലുള്ളവർ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും എന്നെ പുറത്താക്കി ഒരു വിലയും തരാതെ ഇട്ടിരുന്ന സമയത്ത് എനിക്കവിടെ ഒരു മാനേജറുടെ റോള് തന്ന് എനിക്ക് വേണ്ട ശമ്പളവും തന്ന് കാര്യങ്ങൾ നോക്കുന്ന എൻ്റെ അച്ഛനാ. മാത്രമല്ല കോടികളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോകുന്നതുകൊണ്ട് എനിക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുക, അമ്മ ഇത്രയധികം കടന്ന് ടെൻഷൻ അടിക്കുന്നു എന്തിനാ? ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നതിന്. എടാ അതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ലടാ, അതെന്താന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പം നവ്യ പറയാം, അതെ ഇവിടെ വേറെ ചിലർക്ക് കൂടി അങ്ങനെ ഒരു വിഷമമുണ്ട്. നിൻ്റെ അച്ഛൻ്റെ പേര് കേൾക്കുമ്പം നയനയ്ക്കും ആദർശനും മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ടാകുന്നതിലും വിഷമം.
ഏ ഇളയ ഇളയമ്മായിക്കും ഇളയമ്മാവനും ഉണ്ടാവുന്നത് എന്ന് പറയാണ്. അമ്മാവനും അമ്മായിയും ഇപ്പം നല്ല ദേഷ്യത്തിലാണ്. ഇവർ 3 പേരും കൂടെ ഒത്തു കളിച്ച് എന്തോ ട്രാപ്പിപ്പെടുത്തി അങ്ങേരെ ഇവിടുന്ന് ഓടിച്ചതാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇവരൊക്കെ ഇത്രയും അങ്ങ് വെപ്രാളപ്പെടുന്നതെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ജലജയ്ക്കൊന്നും പിന്നെ മിണ്ടാനില്ല. ജലജ പറയാം, ആ മതി, ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ, ഞാനൊന്നും ഉപദേശിക്കാൻ വരുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് നീ വന്നേക്കരുതെന്ന് പറയുമ്പം അഭി പറയാം, ഓ ഇല്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും നവ്യയുടെ മനസ്സിലുണ്ട്, എടാ നീ കൂടുതലൊന്നും വിളയണ്ട, അനഘ എന്ന് പറയുന്നവൾ ഇപ്പം ഇങ്ങോട്ട് വരും, നീ അന്നേരം ഒന്ന് ഒതുങ്ങും, അനഘയും കുഞ്ഞും ഇവിടെ നിൻ്റെ കൺമുന്നിൽ ജീവിക്കും, നിൻ്റെ വെപ്പറാളവും നിൻ്റെ പെടച്ചിലും എനിക്ക് കാണാടാ, അത്രയധികം എന്നെ വിഷമിപ്പിച്ചവനല്ലേ നീ, കണ്ടോണം, നയനിയും ആദർശും അങ്ങോട്ട് പോയതല്ലേ എന്നിങ്ങനെ പറയുക. അങ്ങനെ നവ്യാണെങ്കിലും മോളിൽ പോയി ബാൽക്കണിയിൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ, അനഘയും കൂട്ടിക്കൊണ്ട് ആദർശും നയനിയും വരുന്നുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ നിന്ന് നോക്കി നിൽക്കുമ്പോഴാണ് കാറ് വന്ന് നിൽക്കുക. അപ്പം നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുക. അപ്പോഴത്തേക്കും അനഘ പതുക്കെ ഇറങ്ങി വരുന്നു. അനഘയെ പിടിച്ച് ചേച്ചി വരുന്നു, നയനിയും ഒക്കെ ആയിട്ട് ചന്തുമോൾ ആദ്യം തന്നെ ഓടി വരുന്നു. അങ്ങനെ കയറി വരികയാണ് അകത്തേക്ക്. അപ്പോൾ അഭി പോയിട്ടില്ല കേട്ടോ. അഭി പോകാൻ വേണ്ടി കറക്റ്റ് ഇറങ്ങുന്ന സമയത്താണ് അനഘയും ചന്തുമോളെയും കൊണ്ട് ആദർശും നയനയും കൂടി അങ്ങ് എത്തുന്നത്. അങ്ങനെ അകത്തേക്ക് വന്ന് കയറുന്ന അനഘയെ കാണുകയാണ് അഭി. അനഘയെ വരുന്നതിന് മുമ്പ് തന്നെ ചന്തുമോൾ ഓടി വരിക. എന്നിട്ട് ദേവയാനിയുടെ അടുത്ത് നിന്ന് ആ മുത്തശ്ശി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണേ. ദേവയാനി ആണെങ്കിൽ കൊച്ചിനെ എടുത്തിട്ട്, അയ്യോ ചന്തുമോളാണോ ഗസ്റ്റാണെന്ന് പറഞ്ഞേ, ചന്തുമോൾ ഇവിടെ ഗസ്റ്റാണോ, നമ്മുടെ കുഞ്ഞല്ലേ എന്നും പറഞ്ഞ് വാരി പുണരുകയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആരാന്നോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നയനിയും ആ ചേച്ചിയും കൂടെ പിടിച്ച് അനഘയെ കൊണ്ടുവരികയാണ്. അപ്പോൾ മുത്തശ്ശിയും കാണും. അപ്പം ദേവയാനിയും കാണുമ്പോൾ ദേവയാനി ഞെട്ടിപ്പോവാണ്. അനഘയാണോ ഇവിടുത്തെ ഗസ്റ്റ്, അനഘ എന്താ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് വിചാരിച്ച് ദേവയാനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ജാനകിയും ജലജയും എല്ലാവരും വരുന്നുണ്ട്, അജയനും ഒക്കെ വരികയാണ്. അപ്പോഴേക്കും കയറി ഇങ്ങോട്ട് അനഘയെ പിടിച്ച് സ്റ്റെപ്പ് കയറ്റുകയാണ്. കയറ്റുന്ന സമയത്താണ് അഭി ഇറങ്ങി വരുന്നത്. ആരാണ് എന്താണെന്ന് വിചാരിച്ച് അഭി ഞെട്ടിപ്പോവാണ് അനഘയെ കാണുമ്പോഴേക്കും. അഭിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അനഘ എണീറ്റ് നടക്കാറായിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങോട്ട് അനഘ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അഭി ഞെട്ടി ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുക. ജലജ അഭിയെ നോക്കുന്നുണ്ട്. എടാ എന്ന് പറഞ്ഞ് നോക്കുമ്പം ജലജയ്ക്ക് ആദ്യം പിടികിട്ടുന്നില്ല അനഘയെ. അപ്പോഴേക്കും നയന പറയാ, അമ്മേ ഇതാ ഞാൻ പറഞ്ഞ ഗസ്റ്റ്, ഈ ഗസ്റ്റ് ഇവിടെയുണ്ട്, ഇവർ രണ്ടുപേരും ഇനി കുറച്ച് നാൾ നമ്മുടെ കൂടെ അനന്തപുരിയിലായിരിക്കാൻ പോകുന്നേ എന്ന് പറയുമ്പം ദേവയാനിക്ക് സന്തോഷമാവുക. ജലജയൊന്ന് ഞെട്ടി അഭിയെ ഇങ്ങനെ നോക്കുക. അഭി ഇങ്ങനെ അന്താളിച്ച് വായും പൊളിച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇത് അനഘ, എല്ലാവർക്കും മനസ്സിലായോ, അപ്പച്ചിക്കും ഇളയമ്മയ്ക്കും ഒക്കെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, ഇതാണ് അനഘ, വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ചന്തുമോളുടെ അമ്മ എന്ന് പറയുമ്പം ജാനകി പറയാം, ആ മനസ്സിലായി. അല്ല നയനെ, എന്താ ഇപ്പം അനഘയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അനഘയുടെ അസുഖമൊക്കെ മാറിയോ, എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കാം. അപ്പം നയന പറയുന്നുണ്ട്, അനഘയ്ക്ക് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തത് കൊണ്ട് മാത്രം അനഘ ഇപ്പോൾ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഇനി സംസാരിക്കാനും തുടങ്ങുമെന്നാണ് പറഞ്ഞത്, വലിയ താമസമില്ലാതെ നമ്മൾ അങ്ങനെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അനഘ സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് പറയുമ്പം ജാനകിക്ക് സന്തോഷമൊക്കെയാണേ. അപ്പോൾ ഉടനെ തന്നെ അഭി ഞെട്ടുവാണേ. അപ്പോൾ ഈ മനസ്സിലാലോചിക്കുക, ഇതെന്തിനാ ഇവളെ പൊക്കി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഈ കൊച്ചിനെ ഇവളെ ഇനി ഇവിടെ താമസിപ്പിക്കാനുള്ള പരിപാടിയാണോ, എന്തുദ്ദേശിച്ച ആദർശം നയനെ ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല, ഇനിയിപ്പം നവ്യ കൂടിയേ അറിയാനുള്ളൂ ഈ വിവരങ്ങൾ, ഇവളിവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ നവ്യ എല്ലാ സത്യങ്ങളും അറിഞ്ഞെങ്കിലോ ഷൂ എന്നൊക്കെ പറഞ്ഞ് അന്താളിച്ച് നിൽക്കുക. അപ്പോഴേക്കും നവ്യ ഇറങ്ങി വരിക. ആരാ എന്താന്നൊക്കെ ചോദിച്ചേ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആ ചേച്ചി കൂടി കാണാനാ, ഇതാ അനഘ, പറഞ്ഞില്ലായിരുന്നോ, അനഘയും ചന്തുമോളുടെ അമ്മ അനഘയാണെന്ന് പറയാണ്. അപ്പം നവ്യ പറയാം, ആഹാ ഇതാണോ ചന്തുമോളുടെ അമ്മ അനഘ. നവ്യ ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ സംസാരിക്കുക. എന്തിനാ നയനെ ഇവളെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്താ ഇവിടെ കെട്ടി പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ നയന പറയുന്നുണ്ട്, അല്ല ചേച്ചിക്ക് എന്താ എങ്കിലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ചന്തുമോളും അവളുടെ അമ്മയും ഇവിടെ കാണും, ഇവിടെ വച്ചിട്ടാ അനഘയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്താൻ പോകുന്നതെന്ന് പറയാം. അപ്പം നവ്യ ചോദിക്കുക, ആ ഇവിടെ വെച്ച് നടത്തിക്കോ, ആദർശിൻ്റെ കുഞ്ഞല്ലേ, അല്ല നയനെ നിനക്കൊരു പണിയില്ലേ, നിനക്കറിയാമല്ലോ ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം, അങ്ങനെയുള്ള ഒരുത്തിയെ ഈ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ നിനക്ക് നാണമില്ലേ, നിന്റെ ഭർത്താവിൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ ഈ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുമോ, ഇതൊക്കെ ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ എന്ന് പറയുക. അപ്പം നയന പറയുക, ആരുടെ അവിഹിതത്തിലുണ്ടായതാണെന്നും ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നും ഒക്കെ ഉള്ള കാര്യം ചേച്ചിയോട് അമ്മ പറഞ്ഞതല്ലേ, ഇപ്പോഴും ചേച്ചി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലല്ലേ
എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാം, ഏയ് ഞാനതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല, ഇതുവരെ വിശ്വസിച്ചിട്ടുമില്ല. അല്ലെങ്കിലും അനഘയെ ചതിച്ചത് അഭിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ ഇപ്പം അനഘ ഇവിടെ താമസിച്ചാൽ എനിക്കെന്താ? നയനെ നീ സൂക്ഷിക്കുന്നത് നല്ലതാ കേട്ടോ. ഇനിയിപ്പം ആദർശൻ്റെ മേലിൽ ഒരു കണ്ണുള്ളത് നല്ലതാ. അപ്പം നയന പറയാം, ദേ ഞാനേ എൻ്റെ കണ്ണൊക്കെ ഞാൻ വേണ്ടെടുത്ത് നോക്കിക്കോളാം. ചേച്ചി അഭിയുടെ കണ്ണ് എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് നവ്യയും പറയണേ. എന്നിട്ട് നയനയെ നോക്കി ഒന്ന് ചിരിക്കുകയും അനഘയെ നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നവ്യ. നവ്യ നല്ല രീതിയിൽ അവിടെ നാടകം കളിക്കുക. അഭിയാണ് പോകാൻ ഇറങ്ങിയ അഭി വെട്ടി വേർക്കാണ്. അന്നേരത്തേക്ക് ഉടനെ മുത്തശ്ശൻ ചോദിക്കുക, എന്താടാ നിനക്കൊരു പരുങ്ങൽ പോലെ, നീ എവിടെയോ പോകാൻ ഇറങ്ങിയതല്ലേ, പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല പോകുന്നില്ല. ഇപ്പം ഇതൊക്കെ കണ്ടല്ലോ, എന്തിനാ ഇപ്പം ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇത്രയും നാളും ആ കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആശുപത്രിയിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകണോ? അപ്പം മുത്തശ്ശൻ പറയും, അതിനെന്താടാ, അവളിവിടെ നിൽക്കട്ടെ. ചന്തുമോളുടെ അച്ഛൻ നീയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. ഇനിയിപ്പോൾ ആദർശാണെങ്കിലും നീ ആണെങ്കിലും ചന്തുമോൾ ഈ അനന്തപുരിയിലെ ആണല്ലോ. അപ്പോൾ അവളുടെ അമ്മയെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അവളിവിടെ നിൽക്കട്ടെ എന്ന് പറയാം. അപ്പോൾ അഭി പറയും, എന്താ മുത്തശ്ശ ഇതൊക്കെ? ഇവക്ക് വേറൊരു വീട് എടുത്തു കൊടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റിയാൽ പോരെ? ഇനിയിപ്പം ഈ മാരണത്തെ കൂടെ ഇവിടെ നിർത്തണമെന്ന് എന്താ നിർബന്ധം? ആദർശ് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ 100 നാവാ. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പം ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മുത്തശ്ശന് പറഞ്ഞുകൂടെ ഇത് പറ്റില്ലാന്ന്? ഓ, അപ്പം മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോനാണല്ലോ ഈ തെറ്റ് ചെയ്തിരിക്കുന്നതല്ലേ എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, അഭി നീ മിണ്ടാതിരിക്കുക. എന്ത് വേണം വേണ്ട എന്നൊക്കെ ഉള്ളത് എനിക്ക് തീരുമാനിക്കാൻ അറിയാം. ആദർശും നയൻ്റെ മോളും തീരുമാനിക്കുന്നതൊക്കെ തന്നെയാണ് ഇവിടുത്തെ തീരുമാനം എന്ന് പറയാം. അപ്പം ജലജ അങ്ങോട്ട് ചെന്നിട്ട് പറയാം, ആഹാ ആദർശിനും നയനയ്ക്കും എന്ത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടോ? ഉണ്ടടി, നീ ഒന്നും മിണ്ടാതെ നിൻ്റെ നാവടക്കി നിന്നോണെന്ന് പറയാം. അപ്പോഴേക്കും നയന അനഘയെ കൂട്ടിക്കൊണ്ട് അനഘയുടെ റൂമൊക്കെ കൂട്ടി കാണിക്കുകയാണ്. അനഘയും ചന്തുമോളെ ആ റൂമിൽ കൊണ്ടിരുത്താം. എന്നിട്ട് ആ ചേച്ചിയോട് പറയുന്നുണ്ട്, ദേ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം, ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പിന്നെ ആ അബി എന്ന് പറയുന്നവൻ എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടാക്കാനായിട്ട് വന്നെന്നിരിക്കും. അത് ചേച്ചി പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അനഘ ഇല്ലാതാക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അതിനൊക്കെ ശേഷം നവ്യ അങ്ങ് നയന പോവാണ്. നയന അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നവ്യ അടുത്തേക്ക് വന്നിട്ട് പറയാം, അടിപൊളിയാടി, അബിയുടെ മോൻ കണ്ടോ, അനഘയും കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നപ്പം അവനൊന്ന് വേർത്തു. പുറത്തോട്ട് പോകാൻ ഇറങ്ങിയവൻ വിറച്ചുകൊണ്ട് അകത്തോട്ട് പോയി. പക്ഷേ സൂക്ഷിക്കണടി, അവൻ അനഘയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അത്രയ്ക്കൊരു ദുഷ്ടനാണ്. അപ്പം നയനയും പറയാം, ശരിയാ ചേച്ചി, ചേച്ചിയുടെ ഒരു കണ്ണ് എപ്പോഴും അനഘയുടെ മേളിൽ ഉണ്ടാവണം. അബി ഏത് നിമിഷവും അനഘയെ ഉപദ്രവിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയാം. ഉണ്ടെങ്കിലും അവൻ്റെ ആ പെടച്ചിലൊന്ന് നമുക്ക് കാണടടി എന്ന് പറയാണ്. എന്നിട്ട് നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക നവ്യ. എന്നിട്ട് അബിയെ ഒന്ന് മൂപ്പിച്ച് വിടുക. അബിയോട് പറയുന്നുണ്ട്, എടാ കണ്ടില്ലേ ആ അനഘയും കൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? നീയാണ് അതിൻ്റെ തന്താന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പം അബി പറയും, നിനക്കെന്നെ വിശ്വാസം ഇല്ലേ ഇപ്പോഴും? അപ്പം നവ്യ പറയാം, പിന്നെ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, നിൻ്റെ കൂടല്ലേ ഞാൻ നിൽക്കുന്നത് എന്ന് പറയണം. ആ എന്നാൽ അത് മതി, എങ്ങനെയാലും അവളെ ഇവിടുന്ന് ഓടിക്കണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് പറയാം. അപ്പം നവ്യം പറയാം, അത് ശരിയാ, അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. അവളിവിടെ ഇങ്ങനെ നിന്നാലേ അത് ശരിയാവാൻ പോകുന്നില്ല. ആദർശന് ദോഷമാണ്, പക്ഷെ നിന്നെയും കുത്തുവാക്കൊക്കെ പറയും. എന്തിനാ നയനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. അഭി ആകെ വേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ജലജ വരിക. എന്താടാ ഇറങ്ങി പോകാൻ പോയിട്ട് തിരിച്ചു വന്നത്? നിന്റെ കൊച്ചിൻ്റെ തള്ളയല്ലേ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. ആദർശം നയനെ ഇത് അറിഞ്ഞോട് തന്നെ ചെയ്യുന്നതാണ്. എൻ്റെ അമ്മയെ ഒരു സമാധാനവും ഇല്ലല്ലോ, ഒരു വിധത്തിലൊന്ന് ജീവിക്കാൻ ഇവർ സമ്മതിക്കില്ലല്ലോ. ഈ നയനെയും ആദർശം കൂടി അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ആ അനഘയുടെ വായിന്ന് എന്തെങ്കിലും നവ്യ അറിഞ്ഞാൽ എന്ത് ചെയ്യും? അവൾ എന്നെ വെച്ചേക്കുകയല്ല എന്നൊക്കെ പറയാണേ. അപ്പം എന്തായാലും അനുഭവിച്ചോ, നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ അല്ലേ, നിനക്ക് പരാതി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് നിൻ്റെ അച്ഛനോട് തന്നെ ചെന്ന് പറ എന്ന് പറയാണ് ജലജ. അബി അവിടെ അങ്ങ് വിഷമിക്കുക. അബിക്ക് പിന്നെ ഭയങ്കര ടെൻഷനാണ്. അതേസമയം ഗസ്റ്റായിട്ട് വന്ന അനഘയും കുഞ്ഞിനെയും നല്ല രീതിയിൽ അനന്തപുരിയിലുള്ളവരെല്ലാം ട്രീറ്റ് ചെയ്യുകയാണേ. അതിനൊക്കെ ശേഷം ഓണമൊക്കെ വരികയാണ്. ഓണ സെലിബ്രേഷനിലൊക്കെ അനഘയും ചന്തുമോളും ഒക്കെ ഉണ്ട്. അടിച്ചു പൊളിക്കുകയാണ് അവരവിടെ ഓണമൊക്കെ. അതേസമയം അബിക്ക് ഭയങ്കര വിഷമമായിട്ട് അബി നാഗേന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് സത്യം പറയാണ്, അതെ അച്ഛ ഇങ്ങനെ ഉണ്ട്, അവളെ അനഘയെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക, എനിക്ക് ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഞാൻ ചെയ്തു പോകുമെന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പറയാം, നീ ചെയ്തോടാ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ അബി തീരുമാനിക്കുകയാണ് കേട്ടോ, ഈ മരുന്ന് മാറ്റി അങ്ങ് കൊടുത്ത് ഇവളെ അങ്ങ് ഇല്ലാതാക്കിയാലോ. ആ മരുന്ന് ആരും കാണാതെ മാറ്റി വെക്കുക, വിഷം വയ്ക്കുക, വെച്ചിട്ട് അത് കഴിച്ച് പതുക്കെ സ്ലോ ഇവള് മരിച്ചു പോകണം എന്ന് വിചാരിച്ച് അതൊക്കെ ഒപ്പിക്കുകയാണ് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ്. എന്നിട്ട് ആരും ഇല്ലാത്ത സമയം നോക്കുക. അനഘയാണെങ്കിൽ റൂമിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും ചത്തുമോളും ഒക്കെ താഴേക്ക് പോയ സമയം പതുക്കെ ഈ മരുന്നുകളുമായിട്ട് അബി റൂമിലേക്ക് വരികയാണ്.
അപ്പം നവ്യ കാണുന്നുണ്ട്, ഇവൻ്റെ ഓരോ നീക്കവും നവ്യ ശ്രദ്ധിക്കുന്നുണ്ട്. നവ്യ പുറകെ വരിക. വരുമ്പോഴേക്കും അബിയാണെങ്കിൽ ഈ മരുന്ന് എല്ലാം എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ സ്ഥാനത്ത് എല്ലാം മറ്റേ അബി കൊണ്ടുവരുന്ന മരുന്നുകളെല്ലാം വെക്കുക. എന്നിട്ട് ഇത് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ അനങ്ങ മരിച്ചു പോകുന്നുള്ള ഒരു ഇതിൽ ഇതൊക്കെ ചെയ്ത് വെച്ചേച്ച് പോവുക. ഇതെല്ലാം നമ്മുടെ നവ്യ വാതിക്കൽ നിന്ന് കാണുകയാണ്. അബി ഇതൊന്നും അറിയാത്ത ഭാവത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ നവ്യ പറയാം, നിന്നെ ഞാൻ വിടാടാ, നീ മരുന്നൊക്കെ മാറ്റി വെച്ചല്ലേ, കാണാം എന്ന് പറഞ്ഞ് നവ്യ അകത്തേക്ക് കയറി ആ മരുന്നുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അനഘയുടെ മരുന്നുകൾ വേറെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ആരും അറിയാതെ തന്നെ അബിയുടെ പണി അവിടെ ഫ്ലോപ്പായി പോവുക. അബി ഇങ്ങനെ കാത്തിരിക്കാനായിട്ട് ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് അനഘയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഒരു പ്രശ്നവും വരുന്നില്ല. അബിക്ക് ആകെ തലവേദനയാവാണ്. ഞാൻ മാറ്റിവെച്ച മരുന്നുകൾ അത് കഴിച്ച് എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും വരണ്ട, അവളുടെ കിഡ്നിയും കരളും എല്ലാം പോകണ്ട, ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് വെച്ച് ആകെ വെപ്രാളപ്പെട്ടിങ്ങനെ പിന്നെയും നടക്കുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ നവ്യ നന്നായിട്ട് രസിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനലൊന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്